എല്ലാവർക്കും പേടിയാണ്, പേടിക്കണം. പണ്ടൊരു ടീമുണ്ടായിരുന്നു. ആ ഒരു ടീമിലെ ആളുകളെ പലരും പേടിയോടുകൂടി നോക്കിക്കണ്ടു. അവരുടേതായ ദിവസങ്ങളിൽ അവർ തീ തുപ്പും, ചുറ്റുമുള്ളതെല്ലാം ചാമ്പലാക്കും. ഒന്നൊരു ഗടാഗടിയനാണ്. ഈ യൂണിവേഴ്സ് മുഴുവൻ എൻ്റെ കാൽ ചുവട്ടിലാണെന്നുള്ള മൈൻഡ് സെറ്റിൽ ഇറങ്ങി വരുന്ന ബോസ്, യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിൽ. ഗെയിലിന് തുടക്കത്തിലൊരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ ലോകോത്തര ബൗളർമാർ ആരാണെങ്കിലും അവർ അതിർത്തി പായും, ആകാശം കാണും. കാരണം പിന്നീട് അവിടെ ഒരു ഗെയിൽ സ്റ്റോം ആയിരിക്കും. ഇനി ഫീൽഡിങ്ങിലും ബൗളിങ്ങിലും ബാറ്റിങ്ങിലും എല്ലാം എതിരാളികളെ പിടിച്ചു കുലുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിഗ് മാൻ അവർക്കുണ്ട്, പൊള്ളാട് തിളങ്ങിയ പിന്നെ പൊള്ളു. ഇനി ഡാൻസും പാട്ടും ചിരിയൊക്കെ ആയിട്ട് എല്ലാവരുടെയും തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു പാവം പയ്യനുണ്ട്. പക്ഷെ ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ റിയൽ ചാമ്പ്യൻ ആണ് ഡെയ്ൻ ബ്രാവോ. തുടക്കം ഗെയിലെണ്ണൻ ആളി കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി പോലും ബാക്കിയില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഡെത്ത് ഓവർ ബീസ്റ്റ് ഉണ്ട്, ആൻഡ്രെ റസൽ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും. ഇനി സൂപ്പർ ഓവർ വരെ മെയ്ഡനാക്കാൻ പാകത്തിന് ഒരു ഐറ്റം അവരുടെ കയ്യിലുണ്ട്. വലിയ ചിരിയും കളിയൊന്നുമില്ല, പക്ഷെ ആള് ബോൾ ചെയ്താലും ബാറ്റ് ചെയ്താലും അത് തീപ്പൊരിയാണ്, സുനിൽ നരയൻ. ഈ സുവർണ കാലം കഴിഞ്ഞിട്ടും വെസ്റ്റ് ഇൻഡീസിന്റെ ആ ഒരു പവർ മൂഡിന് ഒരു അവസാനമില്ലെന്ന് തോന്നിച്ച ഒരു പേരായിരുന്നു. മലയാളികൾക്ക് അതൊരു തെറിവാക്കാണെങ്കിലും നിക്കോളാസ് പൂരൻ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ. ഇടം കൈയിൽ അവരുടെ പവർ ബാറ്ററി ആയിരുന്നു. എന്തായാലും എന്താ ഇപ്പം ഓസ്ട്രേലിയൻ പര്യടനത്തോടുകൂടി ആൻഡ്രെ റസൽ കൂടി പടിയിറങ്ങുന്നതോടുകൂടി വെസ്റ്റ് ഇൻഡീസിന്റെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു കൂട്ടം T20 സ്പെഷ്യലിസ്റ്റുകൾ പടിയിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു വലിയ സുവർണ കാലഘട്ടം, T20യിലെ സുവർണ കാലഘട്ടം അവർക്ക് കൊട്ടിയിറങ്ങി കഴിഞ്ഞു. ക്രിക്കറ്റിന്റെ ചരിത്രം പറയുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ കാലം മുതലാണെങ്കിൽ. എന്നാൽ T20 എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞൻ ക്രിക്കറ്റിന്റെ മുഖമായി മാറിയിട്ടുള്ള താരങ്ങളാണ് വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ. അത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള T20 ലീഗുകളുടെ മുഖമായി മാറിയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് താരങ്ങളുണ്ട്. അവരിപ്പോഴും പല ലീഗുകളിലും മികച്ച പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വെട്ടിക്കെട്ട് നടത്തി കയറിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇപ്പം ഞാൻ പറഞ്ഞ ലിസ്റ്റിലുള്ളത്. ഇവരെയൊക്കെ നമ്മൾ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവരുടെ പ്രകടനങ്ങൾക്ക് കൈയടിച്ചിട്ടുണ്ട്. ഗെയിലും പൊള്ളാടും ബ്രാവോയും സുനിൽ നരയനും റസലും നിക്കോളാസ് പൂരനും ഉൾപ്പെടെയുള്ള വെട്ടിക്കെട്ടുകാർ അത്രമാത്രം പ്രിയത്തോടുകൂടി നമ്മളുടെ ഇടനെഞ്ചിലൊരു ഇടവും പിടിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചുപേരെ നമുക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിലും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ T20 സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ, ഈ വെട്ടിക്കെട്ടുകാരുടെ കഥ പറയുമ്പോൾ, ഇവരിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആരാണ്? ഈ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയാകും? കമന്റ് ബോക്സിൽ പറയണേ. ഞാൻ അത് ക്രിസ് ഗെയിലിനെയാണ്. RCB ഫാനായിട്ടുള്ള ഞാൻ ക്രിസ് ഗെയിലിനെ മിസ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. നിങ്ങളുടെ കമന്റ് ബോക്സിൽ പറയണേ.